അപ്പം നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ വിഷയം ആ വന്ന വാർത്തയുടെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യഥാർത്ഥ തമാശയിലേക്ക് പോകാം. മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോടതി. ആദ്യ ഭാര്യ എതിർപ്പ് അറിയിച്ചാൽ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് മതം അവകാശത്തെക്കാൾ പ്രാധാന്യം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്ത് പണിയാണപ്പാ ഈ ഹൈക്കോടതി ചെയ്തതെന്നാണ്. ഞങ്ങൾ അള്ളാഹു അനുവദിച്ചു തന്ന കാര്യങ്ങളിൽ കൈകടത്തുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്നാണല്ലോ ചട്ടം. എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്ന ചട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഏത് മതാചാര പ്രകാരം വിവാഹം ചെയ്താലും അത് ഗവൺമെൻറ് സംവിധാനം വഴി അല്ലെങ്കിൽ പഞ്ചായത്ത് വഴി അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി അത് രജിസ്റ്റർ ചെയ്യണം എന്നൊരു ചട്ടം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീഅത്ത് ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ശരീഅത്ത് ആക്ട് പ്രകാരം മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം മുസ്ലിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ രണ്ടാമതൊരു വിവാഹം ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സമയത്ത് അത് ആദ്യ ഭാര്യയുടെ മൊഴി പ്രധാനമാണ് എന്നും ആദ്യ ഭാര്യയുടെ സമ്മതം അവരുടെ അഭിപ്രായം ആ കാര്യത്തിൽ തേടണമെന്നും അത് ഉറപ്പുവരുത്തണമെന്നും അവരുടെ അനുമതി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പറയുകയും അവരെതിർപ്പ് അറിയിക്കുകയാണെങ്കിൽ നേരിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യരുത്, അപ്പോൾ കോടതി മുഖാന്തരം അതിൽ തീർപ്പുണ്ടാക്കണം എന്നുമാണ് ഈ വിധിയുടെ ഒരാകത്തുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാനും മുസ്ലിം സമൂഹത്തിന് കഴിയില്ല, പ്രതികരിക്കാനും കഴിയാത്തൊരു വല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഇവർ ഈ ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വാദങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കും. ഏറ്റവും അവസാനം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം, അതായത് രണ്ടാമത്തെ വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ നിലവിലുള്ള ഒരു ഭാര്യയുടെ സമ്മതം വേണമോ വേണ്ടയോ, ഇത് വിശ്വാസികൾക്കിടയിൽ വലിയ തർക്കള വിഷയമാണ്. ഇസ്ലാമിനെ കുറിച്ച് മോശം ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പലപ്പോഴും പല ഇസ്ലാമിസ്റ്റുകളും നുണ പറയുന്ന ഒരു കാര്യമാണ് ആദ്യ ഭാര്യയുടെ സമ്മതം ആവശ്യമാണെന്നൊക്കെ നുണ പറയുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ എം അക്ബർ തന്നെ പണ്ടൊരു കാലത്ത് പറഞ്ഞ ഒരു മറുപടിയും നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബഹുഭാര്യത്വം ആവശ്യമാണ് എന്ന് പറയുന്ന കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ ചില വിശദീകരണങ്ങൾ, ആദ്യ ഭാര്യമാരുടെ സമ്മതം ആവശ്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന കുറേ നുണകൾ, അതിനുശേഷം വസ്തുത കുറച്ച് വളച്ചു കെട്ടിയിട്ടാണെങ്കിലും സത്യം ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എം അക്ബർ ഇതേ സംശയത്തിന് ചോദിക്കുന്നത്, അതായത് ആദ്യ ഭാര്യയുടെ സമ്മതം അല്ലെങ്കിൽ ഈ ബഹുഭാര്യത്വത്തിലെ നീതിയും നീതികേടും ഒക്കെ സംബന്ധിക്കുന്ന ഒരു ചോദ്യത്തിന് അക്ബർ പറയുന്ന ഒരു മറുപടി, ഈ 3 ഭാഗങ്ങളാണ് നമ്മളിന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളത്, മീൻസ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനാണ് ബഹുഭാര്യത്വം എന്ന് സാക്ഷാൽ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ പണ്ടൊരു സന്ദർഭത്തിൽ വിവരിച്ചതിനെ നമ്മളിപ്പോൾ ഒന്ന് കേൾക്കുക. പല സ്ത്രീകളും രോഗികളായി ഭാര്യ-ഭർത്തൃ ബന്ധം നിലനിർത്താൻ കഴിയാതെ ശയ്യയിൽ കഴിയുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തൊരു ഭാര്യയെ വിവാഹം ചെയ്യുന്നതിന് തടസ്സമായി ഇത് നിൽക്കുന്ന പക്ഷം രോഗിയായ പെണ്ണിനെ തലാഖ് ചൊല്ലി ഒഴിവാക്കി വിടേണ്ടി വരും. അതൊരിക്കലും മനുഷ്യത്വമല്ല എന്ന് തീർച്ചയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പോൾ രോഗശയ്യയിലായി, ഇപ്പോൾ നമ്മുടെ പങ്കാളി രോഗശയ്യയിലായി. അങ്ങനെ രോഗശയ്യയായി കഴിഞ്ഞാൽ ഈ രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ, അതായത് ഭർത്താവിൻ്റെ സുഖാസ്വാദനത്തിന് വേണ്ടി, ഭർത്താവിന് സൗകര്യം ഒരുക്കാൻ വേണ്ടി മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് ഈ രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭർത്താവിന് എന്ത് ചെയ്യേണ്ടി വരും? ബഹുഭാര്യത്വം അനുവദിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, ഇവരെ മൊഴി ചൊല്ലേണ്ടി വരും. അങ്ങനെ മൊഴി ചൊല്ലിയാൽ അത് മനുഷ്യത്വപരമായിട്ട് ശരിയല്ലല്ലോ. വയ്യാണ്ടായ ഭാര്യനെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് മനുഷ്യത്വമല്ലല്ലോ. അതുകൊണ്ട് അവരെ അവിടെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് തന്നെ നമ്മൾ വേറൊരു കല്യാണത്തിന് അനുവാദം കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലോജിക്ക്. അപ്പോൾ ബഹുഭാര്യത്വത്തിന് ഒരു കാരണം, നമ്മുടെ ഭാര്യമാർക്ക് അസുഖം ഉണ്ടായാൽ നമുക്ക് തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരെണ്ണം കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതാണ് ഒരു കാരണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാരണം, കൂടാതെ ചില സ്ത്രീകൾക്ക് സന്താനം ഉണ്ടാവാത്ത രോഗങ്ങളുണ്ടാവാം. ആ സമയത്ത് പുരുഷന് സന്താനം ഉണ്ടാവാനുള്ള ബീജങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ മറ്റൊരു വിവാഹം നടത്തിയാൽ സന്താനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലും വിവാഹം നടത്താറുണ്ട്. അപ്പോഴും നേരത്തെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സ്ത്രീയെ രണ്ടാം വിവാഹം ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം തലാഖ് ചൊല്ലി തിരിച്ചയക്കുക എന്നത് മനുഷ്യത്വ രഹിതമാണ്.
നിർത്തേണ്ടി വരും. നമുക്ക് പിന്നെ മനുഷ്യത്താണല്ലോ മെയിൻ. മനുഷ്യത്വം കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കുട്ടികളുണ്ടാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കുട്ടികളുണ്ടാക്കലാണല്ലോ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കുട്ടികളുണ്ടാക്കാൻ വേണ്ടി വേറൊരു കല്യാണം കൂടി കഴിക്കേണ്ടി വരും. അപ്പോൾ ബഹുഭാര്യത്വം അനുവദിക്കാത്തൊരു ഘട്ടം വന്നാൽ എന്ത് സംഭവിക്കും? ഈ ഭാര്യനെ മൊഴി ചൊല്ലേണ്ട ഒരു അവസ്ഥ വരും. അത് മനുഷ്യത്വ വിരുദ്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഭാര്യനെയും രണ്ടാമത്തെ ഭാര്യനെയും നിലനിർത്തേണ്ടി വരും. ഇതാണ് രണ്ടാമത്തെ റീസൺ. ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, മക്കളുണ്ടാവുക എന്ന് പറയുന്നതിന് ഇപ്പോൾ ബീജം, അണ്ടം ഇതൊക്കെ പരിശോധിച്ച് അത് ആരുടെ പ്രശ്നം കൊണ്ടാണ് കുട്ടികളുണ്ടാവാത്തത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലാണല്ലോ. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നേരെ തിരിച്ചാണെങ്കിലോ, അതായത് ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, ഭർത്താവിന് ആണ് കുഴപ്പം, ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുമോ, തലാക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയും അതൊക്കെ പിന്നെ കോടതി മുഖാന്തരം കുല്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഭർത്താവ് സമ്മതിച്ചിട്ടില്ലെങ്കിലൊക്കെ പിന്നെ മതപരമായിട്ടുള്ള കോടതിയിൽ പോയിട്ട് വാങ്ങാൻ പറ്റും എന്നൊക്കെ വാദമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ ഇപ്പം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ മസാല എന്താണെന്നുള്ളത് പണ്ട് ക്ലബ് ഹൗസിൻ്റെ സമയത്ത് ഒരു മൂല്യരോട് ചോദിച്ചിട്ട് മൂല്യർ ഇപ്പം കിതാബ് എടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാമെന്നുകൊണ്ടാണ് പോയതാണ്, അന്നാ പോക്ക് പോയതാണ്. അപ്പൊ ഭാര്യമാരെ എന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്ക് സുഖാസ്വാദനത്തിനും സന്താനോൽപാദനത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. അതിന് തടസ്സമായി നിൽക്കുന്നതൊക്കെ ബഹുഭാര്യത്വം കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വൈവാഹിക ബന്ധം, ഇവരുടെ ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സുഖത്തിലും ദുഃഖത്തിലും അവർ പരസ്പരം പങ്കുവച്ചും സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല. കുറവുകളൊക്കെ മനസ്സിലാക്കിയും അറിഞ്ഞും അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല. മറിച്ച് ഭർത്താവിന് സുഖാസ്വാദനത്തിന് തടസ്സം ഉണ്ടാവരുത്, ഭർത്താവിന് ആവശ്യത്തിനനുസരിച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണം. ഈ രണ്ടെണ്ണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു ശരീരം ഒരു മാത്രമായിട്ടാണ് ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ രണ്ട് വാക്ക് തന്നെ ധാരാളമായി തെളിവാണ്. ഇനി ഇതൊന്നുമില്ല, മാരകമായ അസുഖവും ഇല്ല, കുട്ടികളുണ്ടാവാത്ത പ്രശ്നമില്ല, എന്നാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ രണ്ടാമതൊരു ഭാര്യ, അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ മൂന്നാമതൊരു ഭാര്യ, അല്ലെ മൂന്നാളുണ്ടെങ്കിൽ നാലാമതൊരു ഭാര്യ ആവശ്യമായി വരും. അതെപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കേട്ടോളൂ. കൂടാതെ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒന്നുമില്ലെങ്കിലും സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ 7, 8, 9, 15 ദിവസങ്ങൾ വരെ അശുദ്ധി ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ട്. അന്ന് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സുഖബന്ധം പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കർശനമായ കൽപ്പന. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ബന്ധം സ്ഥാപിക്കുന്നതിനും ചില പുരുഷന്മാർക്ക് മറ്റ് ഭാര്യമാരെ വേണ്ടി വരും. അതാണ് ഇപ്പൊ കുട്ടികളുണ്ടാവും, നിത്യരോഗിയല്ല, സുഖാസ്വാദനത്തിന് തടസ്സമൊന്നുമില്ല, അത്തൊരു സ്ത്രീയാണ്. അപ്പം ആദ്യ ഭാര്യയ്ക്ക് വേറെ പ്രശ്നങ്ങളില്ല, കുട്ടികളും ഉണ്ടാവും. എന്നാലും ചില പുരുഷന്മാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഭാര്യമാർക്ക് ഈ പീരീഡ്സിന്റെ സമയത്ത് ഇസ്ലാം കർശനമായിട്ട് ലൈംഗിക ബന്ധം വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു 6 ദിവസമോ 5 ദിവസമോ 7 ദിവസമോ അല്ലെങ്കിൽ 12 ദിവസമോ ഇങ്ങനെ ഒരു അവധി, 15 ദിവസമൊക്കെ എന്തിനെ കൂട്ടി പറയുന്നത് ആർക്കറിയാം. അപ്പൊ എന്തായാലും സാധാരണഗതിയിൽ ഒരാഴ്ച, ഒരു മാസത്തിൽ ഒരാഴ്ച, മനസ്സിലായോ? ഈ ഒരാഴ്ച ഈ ആസ്വാദനത്തിന് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് ഈ ഒരാഴ്ച എങ്ങനെ തള്ളി നീക്കും എന്നറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ടി വന്നേക്കാം. അപ്പോഴും പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഈ പ്രശ്നം അത് പരിഹരിക്കുന്നത് വരെ. ഇപ്പോൾ ആദ്യം ഒരു ഭാര്യനെ കല്യാണം കഴിച്ചു, അവരുടെ ഈ പറയുന്ന അവധി എന്ന് പറയുന്നത് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? വേറൊരു കല്യാണം കഴിച്ചു. അപ്പോൾ അവരുടേത് 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയെന്ന് വിചാരിക്കുക. അപ്പോൾ വേറൊരെണ്ണം വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഇനി 15 മുതൽ 22 വരെയും 22 മുതൽ 29 വരെയും ഇങ്ങനെ 4 റൗണ്ട് കല്യാണം കഴിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അറബി മാസത്തിൽ മിക്കവാറും അറബി വർഷം, അറബി കലണ്ടറിൽ 28-29 ദിവസമാണ് പിന്നെ ഓരോ മാസങ്ങൾ ചന്ദ്രമാസത്തിൽ. അപ്പം നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഒരു ദീർഘവീക്ഷണം നോക്കി അല്ലേ? ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയ ശാസ്ത്രീയമായ ഒരു സങ്കല്പനമാണ് ഇക്കാര്യത്തിൽ അള്ളാഹു അനുവദിച്ചു കൊടുത്തത് എന്നറിയുമ്പോൾ വല്ലാതൊരു രോമ അഞ്ചം ഉണ്ടാകുന്നു. എനിവേ, ഇനി നമ്മൾ പറയുന്നത് ഇപ്പം ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ആളുകൾ പലപ്പോഴും ചോദിക്കും, ആദ്യ ഭാര്യ, ഇപ്പം ബഹുഭാര്യത്തെ അനുവദിച്ചത് വിധവയെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ വിവാഹത്തിലൂടെ കെട്ടി സംരക്ഷിക്കുക, അതാണല്ലോ മെയിൻ. മുഹമ്മദ് നബിയുടെ കാലം തൊട്ടേ ഉള്ളതാണ് ഈ കെട്ടി സംരക്ഷിക്കൽ.
ഇനി വേറൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത്, ഇപ്പം സന്താനം ഇല്ലാത്തതിൻ്റെ പേരിൽ വേറെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ ഒക്കെ പറയുന്ന സമയത്ത് ആലോചിക്കണം, ദത്ത് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ള മതമാണ് കേട്ടോ, ദത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മതമാണ്. അതുകൊണ്ട് കുട്ടികളുണ്ടായില്ലെങ്കിൽ വേറെ കെട്ടുക, അല്ലാതെ വേറെ ഒരു കുട്ടീനെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്താനൊന്നും അതിലൊന്നും അനുവാദമില്ല. അപ്പോൾ അത് പോട്ടെ, സാന്ദർഭികമായിട്ട് പറഞ്ഞോളൂ. അപ്പം ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി പറയുന്ന ആൾക്കാർ പറയാറുണ്ട്, അത് ഒക്കെ അത്ര പരിമിതമായ ഒരു അളവിൽ മാത്രം, അല്ലേ, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുത്തുപയോഗിക്കാവുന്ന ഒരു അനുവാദം മാത്രമാണ് ബഹുഭാരിത്വത്തിനുള്ളൂ, തോന്നിയ പോലെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ആദ്യ ഭാര്യയുടെ സമ്മതം വേണമെന്നൊക്കെ പറയുന്ന ചില മൂല്യന്മാർ പബ്ലിക്കിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ വാദം ഉന്നയിക്കുന്നവരെ ഇഷ്ടം പോലെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ അങ്ങനെ ഒരു ധ്വനി വരുന്ന തരത്തിൽ നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയിട്ടുള്ളൊരു പ്രസംഗം ആ ഓർമ്മയിൽ വന്നു. ആ പ്രസംഗം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹ് അനുവദിച്ച ഒരു രണ്ടാം കെട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കെട്ടുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസംഗം, അത് കേട്ടവരൊന്ന് കൈവക്കുക. അള്ളാഹ് ഹലാലാക്കി ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ, നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു, അടി വിടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ, ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. ഇവിടെ മുതൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ ഇദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാതിരിക്കാനും അടി കൂടാനാവൂല എന്ന് വെച്ചിട്ടാണ്. എന്തിന്? ഈ മൊയ്ലിയാരി പോയി വേറെ കല്യാണം കഴിച്ചാൽ വീട്ടിലിരിക്കണ ഒന്നാമത്തെ ഭാര്യ ഒരു കച്ചറ ഉണ്ടാക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് കെട്ടാത്തതാണ് എന്ന്. അള്ളാഹ് അനുവദിച്ച ഒരു രണ്ടാം കല്യാണം കഴിക്കാൻ ഭാര്യമാര്, ഈ മൊയ്ലിയന്മാരെ ഭാര്യമാര് സമ്മതിക്കുന്നില്ല പോലും. അപ്പൊ ഇതിൽ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു ധ്വനി എന്താ? സമ്മതം വേണം, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാര്യയുടെ സമ്മതം വേണം എന്ന ഭൗതികമായ അദ്ദേഹത്തിന് ചിന്തയായിരിക്കാം. ആദ്യ ഭാര്യ കച്ചറുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണോ ഭർത്താവ് ഇസ്ലാമികമായിട്ട് അള്ളാഹ് അനുവദിച്ചെന്നൊരു കാര്യം ചെയ്യാം? അല്ലല്ലോ, അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉസ്താദ് ഇവിടെ ഇത് പ്രസംഗിച്ചു പോവാണ്. ഇനി ഉസ്താദ് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് പഴയതാണ്, ഈ വ്യക്തികൾ എന്നോട് ക്ഷമിക്കണം, അദ്ദേഹം തന്നെ പറയുന്നതാണ്, കേട്ടോളി. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടെട്ടുന്ന് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പടച്ചോനാണ് ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് മൂല്യന്മാർക്കില്ല കേട്ടോ, പ്രത്യേകിച്ച് മുജാഹിദ് മൂല്യന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ആകെ ഇവരുടെ ഇൻട്രസ്റ്റ് എന്താ അറിയോ? ഈ മൂല്യന്മാര്, കേരളത്തിലെ തലമൂത്ത മുജാഹിദ് മൂല്യന്മാർ പലരും 2-3 കല്യാണം കഴിച്ചവരാണ് കേട്ടോ. നമ്മൾ കാണുന്ന ഈ കോട്ട് സൂട്ടിട്ട് നടക്കുന്ന പല മൂല്യന്മാരും ഒന്നിലധികം കല്യാണം കഴിച്ചവരാണ്. അവർ പലരും മതപരിവർത്തനത്തിന് വിധേയരായ സ്ത്രീകളെ കല്യാണം കഴിച്ചവരാണ്, എം അക്ബർ ഉൾപ്പെടെ. അപ്പോൾ പക്ഷെ അതൊന്നും വേറെ ഇൻട്രസ്റ്റ് കൊണ്ടല്ല. ഇനി എന്താ ഇൻട്രസ്റ്റ് ആകെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞു കേട്ടോളി. ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ അനുവദിച്ചോ? അല്ലെങ്കിൽ ഇബ്രാഹിക്കാന്റെ മോളിപ്പോ മുജാഹിദ് ബാലുശ്ശേരിന്റെ വീട്ടിൽ കുത്തിരുന്നേനെ. നിങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടാണ് എന്നാണ്. അപ്പം പള്ളിക്കല മൊയ്ലിയാരെ കാണുമ്പോൾ മഹലിലുള്ള വാപ്പാര്, പെൺകുട്ടികളുള്ള വാപ്പാരൊക്കെ വന്നിട്ട് ഉസ്താദ്മാരോട് പറയും, അല്ല ഉസ്താദ്, എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം ആയിട്ടില്ല, എൻ്റെ പെൺകുട്ടി ഇതാ പെര തെറഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ഉസ്താദിന് തോന്നും നിങ്ങൾ ബേജാറാണ്ട് ഇബ്രാഹിക്ക, ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിലിരിക്കണവർ സമ്മതിക്കൂല. ഇതാണ് ഇപ്പോൾ ഉസ്താദിന്റെ പേര്. അപ്പൊ ഇതാകെയുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താ? ആ ഇൻട്രസ്റ്റ് ഇങ്ങനെ കല്യാണം നടക്കാതെ പോകുന്ന കുട്ടികളെ കെട്ടി സംരക്ഷിച്ച് അവരെ ഹറാമിൽ നിന്ന് അകറ്റി സ്വർഗത്തിലെ മുത്തിൻ്റെ ഉള്ളിൽ പോകണം, ഇത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ മാതിരി ഉസ്താദ്മാർക്ക് വേറെ ഇൻട്രസ്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുത് എന്നാണ്. പക്ഷെ നേരത്തെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഈ ഇൻട്രസ്റ്റിന്റെ പേരിൽ മാത്രമാണ് കല്യാണം കഴിക്കണമെന്നാണ്. അള്ളാഹ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് പുരുഷന്റെ ഇൻട്രസ്റ്റ് പരിഗണിച്ചിട്ടാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നോണ്ട് ഞങ്ങളോടാ പറയാ, അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും, പടച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേടുവന്ന് പോവല്ലോ. കേടെന്ന് പോകാൻ എന്താ ചങ്ങായി അത്? എവിടുന്ന ഇയാളൊക്കെ വരുന്നത്? ഈ മൊയ്ലിയാരാണ് കെട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടി കേടെന്ന് പോകല്ലോ എന്നാ. ഇത് നിലവാരമാണ്, മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. കുറച്ചുകൂടി പരത്തി പറയണ്ട, കേൾക്കാം. ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ, അതിന് നിങ്ങൾ അനുവദിച്ചില്ല. എന്താണ് നിങ്ങളൊന്ന് അനുവദിച്ചു കൊടുക്കി? പല കുട്ടികൾക്ക് തൗഫീഖ് ഉണ്ടാക്കി കൊടുക്കാൻ ഇതേ മരത്തെ മൊയ്ലിയന്മാർ വേഷം കെട്ടി നടക്കുന്നുണ്ട് പല പള്ളീൻ്റെ കൊലായിക്കൂടിയും. അവിടെ ഇബ്രാഹിക്കാർ മൊയ്ലിയാരെ കാണാൻ പോകുന്നത് തന്നെ മകൾക്ക് കല്യാണം ശരിയായില്ല എന്ന് പരാതി പറയാനാണ് പോലും. അല്ല, മഹല്ലത്തിൽ വേറെ ആൺകുട്ടികളൊന്നും ഇല്ലേ? അതോ പണ്ട് മുജാഹിദ് മൊയ്ലിയന്മാർ സ്വന്തം മക്കളെ ഉപയോഗിച്ച് കല്യാണം കഴിച്ച് ഇസ്ലാമിക വിവാഹ നിയമം അനുസരിച്ച് ദീന് പറഞ്ഞ് ആൺകുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് ഇന്ത്യൻ നിയമം അനുസരിച്ച് സ്ത്രീകൾക്കുള്ള സുരക്ഷ
അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പുരുഷന്മാരെ സമ്പത്ത് അടിച്ചു കൊടുത്തുകൊണ്ട് അതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മുജാഹിദ് മൂല്യന്മാരെ മുജാഹിദ് ബാലുശ്ശേരിക്ക് അറിയില്ലേ? അങ്ങനെ എത്രയോ കുടുംബങ്ങൾ വഴിയാധാരമായി പോയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത മുസ്ലിം യുവാക്കൾ, മുജാഹിദ് കുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? നിങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ പല മൂല്യന്മാരും ഇബ്രാഹിം കുട്ടീനെ കെട്ടി സംരക്ഷിക്കുകയും അവനാന്റെ കുട്ടികളെ കെട്ടിച്ച് കാര്യം തീർപ്പിച്ച് പിന്നെ ആൺകുട്ടികൾക്കെതിരെ കേസ് കൊടുത്ത് അവന്മാരെ ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്ത് ഊറ്റിയെടുത്ത് ജീവിക്കുന്ന മൊയ്ലിയാർ കുട്ടികളും ഇല്ലേ? നിങ്ങളെ മൂത്ത മൊയ്ലിയന്മാരില്ലേ? നമുക്കറിയുന്ന തന്നെ 2-3 കേസുണ്ട്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെറുക്കന്മാരത്തുനിന്ന് പൈസ വാങ്ങാം, ദീനിയായ കുട്ടീനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൊയ്ലിയന്മാരത്തുനിന്ന് പൈസ വാങ്ങാം, എന്നിട്ട് മുസാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം മഹർ കൊടുത്തിട്ട് കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, മുജാഹിദ് മൂല്യന്മാരെ മക്കൾ. എന്നിട്ട് ഈ മക്കളെ ഈ ചെറുക്കന്റെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുക, കള്ളക്കേസ് കൊടുക്കുക, ഇല്ലേ? തൊലാക്ക് ചെല്ലിപ്പിക്കുക. എന്നിട്ട് ഇന്ത്യൻ നിയമം അനുസരിച്ച് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കേസ് കൊടുക്കുക. എന്നിട്ട് ആൺകുട്ടികളെ സമ്പത്ത് ഊറ്റി പിഴിഞ്ഞ് ജീവിക്കുന്ന മുജാഹിദ് മൂല്യന്മാരില്ലേ? സ്വന്തം മക്കളെ ഈ കല്യാണത്തിന് വേണ്ടി ടൂളായി ഉപയോഗിച്ചുകൊണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയണത്. ഇല്ലാന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങളെ സംരക്ഷണമൊക്കെ നമുക്ക് അറിയാൻ നല്ലോണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞ്, അത് നിങ്ങളാരും അനുവദിച്ചോളണമെന്നൊന്നുമില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? എന്തേ സ്നേഹം കൂടുതലുകൊണ്ടാണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ വയലാണ് കഴിയുമ്പോഴത്തേന് മുജാഹിദ് ബാലുശ്ശേരിന്റെ ആദ്യ ഭാര്യ 2ാം കല്യാണത്തിന് നിങ്ങൾ എന്തെങ്കിലും കാട്ടി, നിങ്ങൾ ഏതെങ്കിലും മുത്തിൽ പോയി മനുഷ്യ നിങ്ങളൊന്ന് പോയി കെട്ടി മനുഷ്യ എന്ന് പറയണം. അതിനു വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത്? നിങ്ങളെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണില്ലേ? ഒരു സ്വർഗത്ത് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സഹാബിമാരൊക്കെ 2 ഭാര്യമാരില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. റസൂലിന്റെ ഹദീസ് എന്താ അറിയോ? ഒരു വലിയ മുത്ത്, സ്വർഗത്തിൽ ഒരു വലിയ മുത്ത്, ആ മുത്തിനുള്ളിൽ ഒരാൾ പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കുക അറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക, ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? എന്തേ കൊടുത്തത്? നമുക്കൊക്കെ ആ മുത്തിക്ക് പോയിക്കൂടെ? ആരാ മുത്തിലുണ്ടാവുക? 2 കല്യാണം കഴിച്ച ഭർത്താക്കന്മാരും ആ 2 ഭർത്താക്കന്മാരുടെ ദമ്പതിമാർ. എവിടുന്ന് ഈ ദമ്പതിമാരെ കിട്ടി? ഹൂറിമാരല്ലേ? അപ്പൊ ഈ മുത്തിൽ നടക്കണമെന്ന് ആ മുത്തിൽ കാണൂല, ആ മുത്തിൽ നടക്കണമെന്ന് ഈ മുത്തിൽ കാണൂല. 2 കെട്ടിയവർക്കൊക്കെ ഓരോരോ മുത്തുകളാണ്. ഓരോ മുത്താണോ? ഈ 2 മുത്താണോ? എത്ര മുത്താണ്? മുത്ത് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ പറയും, എത്ര മുത്താണ്? നിങ്ങൾ 2 കല്യാണം കഴിച്ചാൽ നിങ്ങളും നിങ്ങളെ ആദ്യ ഭാര്യയും അവർക്കുള്ള ഹൂറികളും ഒരു മുത്തില് അങ്ങനെയാണോ? അതോ 2 ഭാര്യമാർക്കും കൂടി ചേർത്തൊരു മുത്താണോ? എന്താ നിങ്ങൾ പറയണേ? മനസ്സിലായില്ല. എന്തോ ആവട്ടെ. ഇനി എന്താണ് അള്ളാഹു അവർക്ക് പ്രാധാന്യം കൊടുത്തത്? അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധമാണ് ഈ മനുഷ്യൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണ ഒരിടം, സ്വന്തം ഭർത്താവിന് അത്തരം ഒരു ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭിചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഭീഷണിയും എന്ത്? ഇത് ഹറാമെന്ന് രക്ഷിക്കാനുള്ള ഒരു ഇടപാടാണ്. 2ാമത് സ്വർഗത്തിൽ മുത്ത് കിട്ടുന്ന ഏർപ്പാടാണ്. 3ാമത്തത് ഇത് നിങ്ങൾ സമ്മതിച്ചില്ലേ? ഈ ഭർത്താക്കന്മാർ വയലിനൊക്കെ പോകുമ്പോൾ വേറെ വ്യഭിചരിച്ച ആളും അങ്ങനെ വ്യഭിചരിച്ചു കഴിഞ്ഞാല് അതിന്റെ കുറ്റം കൂടി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെ സമ്മതിച്ചാൽ നിങ്ങൾക്ക് ഒന്നും വരാനില്ല. ഭർത്താവ് 2ഓ 3ഓ കെട്ടിയ ആ സ്വർഗത്തിലൊരു മുത്ത് ഇയാൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ പുളിക്കുവോ? അതുകൊണ്ട് നിങ്ങളൊന്നാണ് സമ്മതിച്ചു കൊടുത്താളി എന്നാണ് അത് പറയുന്നത്. എന്താ മോഹം? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ പറയണത് 2ാമതൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് മാത്രം നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് പറയരുത്. ഇത്രയും ഞാൻ പറഞ്ഞത് 2ാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ നുണ പറഞ്ഞതിന്റെ പേരിൽ അള്ള നിങ്ങളെ ശിക്ഷിക്കും. അത് നിങ്ങൾ കരുതരുത്. ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്രയല്ലേ? എന്താ അത് മറന്നു പോണത്? എന്താ അത് മറന്നു പോണ നിങ്ങൾ? നമുക്ക് ഈ ലോകത്തെ ജീവിതം മാത്രം മതി. അപ്പം മുജാഹിദ് ബാലുശ്ശേരിക്ക് വേറെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് എന്നൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ മുജാഹിദ് ബാലുശ്ശേരിന്റെ പേരിൽ നുണ പറഞ്ഞു എന്നുള്ളതിന് കുറ്റം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് വെറും കേവലമായ സ്വർഗത്തിലെ മുത്തിനോടുള്ള ഒരു മോഹം മാത്രമാണ്, അല്ലാതെ വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അങ്ങനെ ആഗ്രഹമില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ ഭാര്യമാരും 2ാമത്
ഭർത്താക്കന്മാരെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കണം. പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പെണ്ണിനെ വ്യഭിചാരത്തിൽ രക്ഷപ്പെടുത്തിയ അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ? ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ? നിങ്ങളെ ഭർത്താവ് 2 സ്ത്രീകളെ നോക്കി, അതിൽ നിങ്ങളെ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മുത്തക്കി, നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാൾ, അയാൾക്ക് 2 ഭാര്യമാരിലോ 6 മക്കളും ഉണ്ടെങ്കിൽ ആ 6 മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർത്തുമെങ്കിൽ നാടിന് നല്ലതല്ലേ? തെമ്മാടികളായി മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊന്ന് സമ്മതിച്ചു കൊടുത്താളേ. ഇത്രയൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സമ്മതിക്കാതിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിത് പറഞ്ഞപ്പോ എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ? അമ്മുത്തിൽ നിങ്ങൾ പോണ്ടാന്ന്, അസ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ടാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചെടി ഞമ്മക്ക് ഒന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴോ പറഞ്ഞേ, വേറെ എന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ എന്റെ അടുത്ത് വരി തന്നെ വേണ്ട, നിങ്ങൾ എല്ലാവർക്കും ദേവത്തെടുത്തിക്കോളി, എന്നാലും നിങ്ങൾ 2 ആള് സഹിക്കാൻ കഴിയൂല. ഈമാനില്ലാത്തോണ്ടാ. ഭർത്താവിനോടുള്ള സ്നേഹവും ഭർത്താവിനോടുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കാനുള്ള വിവേകം ഈ പുസ്തകം തലയിൽ കയറ്റി വെച്ച മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ 2ാമത് കല്യാണം കഴിക്കാൻ ഭർത്താവിനെ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ആലോചിക്കും, മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് ആർക്കൊക്കെ ഈമാൻ ഉണ്ട്? മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ ആലോചിക്കും, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾക്ക് ഈമാൻ ഉണ്ട്? ഈ പറഞ്ഞ ഈമാൻ വയലിന് പോയ മൊയ്ലിയാര് അബൂക്കറാക്കാന്റെ അല്ല ഇബ്രാഹിക്കാന്റെ മാളയും കെട്ടിയിട്ട് സംരക്ഷിക്കട്ടെ എന്ന വിശാല മനസ്കത, അങ്ങനെ അമ്മക്ക് ആ മുത്തിൽ പോകാലോ എന്ന വിശാല മനസ്കത, നിങ്ങളെ ഭർത്താവ് പുണ്യം കിട്ടുമല്ലോ എന്നുള്ള ചിന്ത, അതിന് മനസ്സൊരുങ്ങിയിട്ടുള്ള ഈമാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. മുജാഹിദ് ബാലുശ്ശേരി എന്തായാലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് പറയുന്ന പരാതി ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സന്തോഷകരമായ വാർത്ത, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, മുജാഹിദ് ബാലുശ്ശേരിയുടെ ആദ്യ ഭാര്യയ്ക്ക് പിന്നീട് ഈമാൻ ഉറച്ചു കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റോ ശരിയോ, കക്ഷി അത് തന്നെയാണോ അല്ലേ അത് നമുക്കറിയില്ല. എന്തായാലും പിൽക്കാലത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ആദ്യ ഭാര്യയ്ക്ക് ഈമാൻ കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കൽ, എൻ്റെ അറിവ് അതാണ്. എന്തായാലും മുജാഹിദ് ബാലുശ്ശേരിക്ക് മുത്ത് ഉറപ്പായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം, ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത് ഇതെന്തോ ഇസ്ലാമികമായിട്ട് 2ാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയ്ക്ക് ഈമാൻ ഉണ്ടാവുകയും ആദ്യ ഭാര്യയുടെ സമ്മതം വേണം എന്നൊരു ധ്വനി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഭർത്താവ് സ്വന്തം ഇഷ്ടപ്രകാരം 1, 2, 3, 4 ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ യാതൊരു തടസ്സമല്ല. അതിന് നിലവിലുള്ള ഭാര്യയുടെ സമ്മതമോ അബൂബക്കർ ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലത്തെ സാഹചര്യമോ സന്ദർഭമോ കാരണമോ ഒന്നും ആവശ്യമില്ല. ഈ ഒരാഴ്ചത്തെ അവധി ദിവസങ്ങളോ അല്ലെങ്കിൽ അസുഖബാധിതരായിരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന വന്ധ്യതയോ ഇതൊന്നും കാരണമാക്കണ്ട. ഒരു ഭാര്യയിൽ തൃപ്തി ആവുന്നില്ല എന്ന് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഭർത്താവിന് വേറെ കല്യാണം കഴിക്കാൻ അനുവാദമുണ്ട്. അതിന് ആദ്യ ഭാര്യയുടെയോ 2-3 കല്യാണം കഴിക്കുമ്പോൾ ആദ്യത്തെ 2 ഭാര്യമാരുടെയോ 4ാമത്തെ കെട്ടുമ്പോൾ 3ാമത്തിൻ്റെ ഒന്നും സമ്മതം ആവശ്യമേ ഇല്ല. ഈ ചോദ്യം MM അക്ബർ സാഹിബിനോട് വേറൊരു തരത്തിൽ ഒരു സഹോദരി ചോദിക്കുന്നതാണ്. അടുത്ത ഭാഗം അതുകൂടി കേൾക്കാം. എന്റെ പേര് റഷീബ, സ്ഥലം നല്ലളം. എനിക്ക് ഇസ്ലാം മതത്തിലെ ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് അറിയേണ്ടത്. കേവലം ലൈംഗികാസക്തിക്ക് മാത്രമല്ല വിധവകൾക്കും അഗതികൾക്കും സംരക്ഷണം എന്നാണല്ലോ ബഹുഭാര്യത്വത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. 4 ഭാര്യയോടും തുല്യനീതി പുലർത്താൻ കഴിയുമെങ്കിൽ ഒരു പുരുഷന് 4 സ്ത്രീകളെ ഭാര്യമാരാക്കാം. എങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദമില്ലാതെ മറ്റൊരു സ്ത്രീയെ ഭാര്യയാക്കുന്നത് തന്നെ ആദ്യ ഭാര്യയോട് ചെയ്യുന്ന ആദ്യ നീതികേടും. പ്രായത്തെക്കുറിച്ച് എവിടെയും പരാമർശിക്കാത്തത് കാരണം പ്രായം കൂടിയ പുരുഷൻ പ്രായം കുറഞ്ഞ സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ വീണ്ടും ആ സ്ത്രീ വിധവയാകുന്നില്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ ഭാര്യയുടെ സമ്മതമോ അറിവോ ഒന്നും ഇല്ലാതെ ഭർത്താവ് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ ഒരു കല്യാണം കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ആദ്യ ഭാര്യയോട് കാണിക്കുന്ന നീതികേടല്ലേ? 2ാമത്തെ ചോദ്യം, വിവാഹത്തിൽ ഇസ്ലാമിക വിവാഹ നിയമത്തിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പ്രായത്തിന്റെ പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് 62 വയസ്സുള്ള ഒരു കിളവന് 8 വയസ്സോ 7 വയസ്സുള്ള പെൺകുട്ടിനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ അനുവാദമുള്ള ഒരു മതം എന്ന നിലക്ക് ഈ 60-ലും 70-ലും ഈ വൃദ്ധന്മാര് ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ പെൺകുട്ടികൾ അകാലത്തിൽ വിധവയായി പോകുന്നതിൽ ഇത്തരം കല്യാണങ്ങൾ കാരണമാകുന്നില്ലേ? ഈ 2ഉം സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നതാണ് ചോദ്യം. ഇനി അക്ബർ സാഹിബ് അതിന് ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണം തുടങ്ങുകയാണ്. പിടിച്ചിരുന്നോളൂ. ഞാൻ ഇതിനിടയിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രേക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ സാഹിബിൻ്റെ ഉത്തരത്തിൻ്റെ പിന്നാലെ പോയി പിടിക്കൽ ഭയങ്കര പണിയാണ്. അതിങ്ങനെ പോവും. നമുക്ക് അതിൻ്റെ പിന്നാലെ പോയി നോക്കാം. അക്ബർ സാഹിബിനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഈ കോപ്പിറൈറ്റ് എന്നിട്ട് തളർത്താം എന്നുള്ള പരിപാടിയൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കുൽസിത പ്രവൃത്തി. അത് നിങ്ങൾ ചെയ്യുന്ന നമുക്കറിയാം. എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യുന്നതാണ് ആ കാര്യത്തിൽ പറയാം. ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം. ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ പുരുഷൻ വിവാഹം ചെയ്യുമ്പോൾ അവളോട് ചെയ്യുന്ന നീതികേട് ഒന്നാമത്തെ നീതികേടാകുന്നില്ല എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നീതിയെക്കുറിച്ചുള്ള സഹോദരിയുടെ സങ്കല്പനം, അതിൻ്റെ പരിമിതിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ നീതി എന്ന് പറഞ്ഞാൽ എന്ത് അവൾ അവകാശപ്പെടുന്നുണ്ടോ, അവൾക്ക് എന്ത് അനിവാര്യമായിട്ടുണ്ടോ അത് മുഴുവനും നൽകുക എന്നുള്ളതാണ് നീതിയുടെ താല്പര്യം. അതായത് നീതി എന്ന് പറയുന്ന ഒരു വാക്ക് നീതി അനീതിയിൽ പിടിച്ചിട്ടാണ് ഇനി അക്ബർ സാഹിബിന്റെ സർക്കസ് മുന്നോട്ട് പോകുന്നത്. നീതി എന്താണ് എന്ന കാര്യത്തിൽ ചോദ്യം ചോദിച്ച സഹോദരിക്ക് വിവരമില്ലാത്തതാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ആദ്യ ഭാര്യയ്ക്ക് അർഹതപ്പെട്ടതെന്തോ അത് ലഭിക്കുക എന്നതാണ് അവരുടെ നീതി. ശ്രദ്ധിച്ചു വെക്കണേ. ഭർത്താവ് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഈ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അത് ലഭിക്കുക എന്നതാണ് അവരുടെ നീതി. പകരം ഈ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് പരിഗണിക്കുക എന്നത് അല്ല നീതി. കേട്ടോളി. അതല്ലാതെ അവൾ എന്താഗ്രഹിക്കുന്നുണ്ടോ, അവളുടെ വികാരം അല്ലെങ്കിൽ അവളുടെ വൈകാരികത, ഇച്ഛിക്കുന്നതെല്ലാം നേടിയെടുക്കുക എന്നതല്ല നീതിയുടെ താല്പര്യം. അത്തരം ഒരു നീതി ഒരു തലത്തിലും ഒരു സംവിധാനത്തിലും നടപ്പാക്കാൻ സാധ്യമല്ല. അതാണ്. അല്ലാതെ ഭാര്യ തന്റെ ഭർത്താവിനെ തനിക്ക് മാത്രമായിട്ട് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നോ അതിനകത്ത് മൂന്നാമതൊരാൾ വന്നിട്ട് കുടുംബം കോഞ്ഞാട്ടയാക്കാൻ അനുവദിക്കില്ല എന്നോ എന്ന് പറയുന്ന വൈകാരികമായ, ശ്രദ്ധിക്കണേ, ഭാര്യയുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ നീതിയുടെ ഭാഗത്ത് വരില്ല എന്നാണ് ഈ പറയുന്നത്. ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും അവരോട് കാണിക്കുന്ന അനീതിയായിട്ട് ഇസ്ലാം പരിഗണിക്കുന്നില്ല. പകരം തിന്നാനുള്ള ചോറും ഉടുക്കാനുള്ള വസ്ത്രവും ശരീഅത്ത് അനുസരിച്ച് അവർക്ക് ലഭ്യമാകേണ്ടുന്ന സംരക്ഷണവും അവകാശവും അത് ലഭിക്കലാണ് ഒന്നാമത്തെ ഭാര്യക്കുള്ള നീതി. അതല്ലാതെ ഭർത്താവ് രണ്ടാമതൊരു കല്യാണം കഴിക്കും എന്നതിനെ ചൊല്ലി ഉണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത് പരിഗണിക്കുക എന്നതൊന്നും നീതിയുടെ താല്പര്യമല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ വ്യക്തമാണ്. ഇനി ഇസ്ലാമിൽ പുരുഷനോട് കാണിക്കേണ്ട നീതി എന്താ? പുരുഷന് തോന്നുമ്പോൾ കെട്ടുക എന്നുള്ളതാണ് പുരുഷനോട് കാണിക്കേണ്ട നീതി. അത് അള്ള ആ നീതി കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി അത് നല്ലോണം അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായും സഹോദരി പറഞ്ഞ അതേ മാനദണ്ഡം ഉപയോഗിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ചില ആളുകൾക്കെങ്കിലും രണ്ടാമത്തെ മക്കൾ ഉണ്ടാകുന്നത് ഒന്നാമത്തെ മക്കൾക്കുള്ള നീതികേടായി അനുഭവപ്പെട്ടേക്കാം. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മക്കൾ ഉണ്ടാകുന്നത് ആദ്യത്തെ മക്കൾക്ക് അവർക്ക് സാമ്പത്തിക ബോധമുള്ള അതല്ലെങ്കിൽ കൂടുതൽ പിതാവിന്റെ സമ്പത്തിൽ കണ്ണു നട്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഇഷ്ടമില്ലാത്തതായി തീർന്നേക്കാം. ചുരുക്കത്തിൽ ഇസ്ലാം നീതിയെയാണ് നോക്കിക്കാണുന്നത്, കേവലമായ വൈകാരികമായ പ്രശ്നങ്ങളെയല്ല. എങ്ങനെയുണ്ട് ഉദാഹരണം? അതായത് ഇത് ഏതുപോലെയാണ്? ഇപ്പോൾ ഒരു ഭർത്താവിനൊരു ഭാര്യ ഉണ്ട് എന്നത് അങ്ങനെ ഉണ്ടായിരിക്കെ രണ്ടാമതൊരു ഭാര്യനെ സ്വീകരിക്കാൻ ഈ ഭർത്താവ് തയ്യാറാവുമ്പോൾ ഉണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള ഭാര്യയുടെ പ്രശ്നം, നിലവിലുള്ള ഭാര്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടായിരിക്കെ രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂത്ത കുട്ടിയുടെ വേവലാതി പോലെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ കുട്ടിയുടെ അവകാശം എന്താണ്? ഭക്ഷണം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള സംരക്ഷണം കുട്ടിക്ക് വാപ്പയും ഉമ്മയും കൊടുക്കും. അതിനപ്പുറത്തേക്ക് ഇവർ വേറെ എത്ര കുട്ടികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊന്നും ഈ മൂത്ത കുട്ടികൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത്തരം വൈകാരികതകൾ പരിഗണിക്കേണ്ടതില്ല. അതിന് സമാനമാണ് ഒരാൾ അയാളുടെ ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു കല്യാണത്തിന് പോകുമ്പോൾ ആദ്യ ഭാര്യയ്ക്ക്, നിലവിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രീതിയിലേ പരിഗണിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇവിടെ നീതികേടിന്റെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നീതി പരിഗണിച്ചാൽ മതി, ഇതിലൊരു അനീതി ഇല്ല എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്. എന്താ ചോദ്യം? ആദ്യ ഭാര്യയുടെ സമ്മതമല്ലാതെ രണ്ടാമത്തെ ഒരു ഭാര്യയെ സ്വീകരിക്കുന്നത് ആദ്യ ഭാര്യയോട് കാണിക്കുന്ന അനീതിയല്ലേ? ആ ചോദ്യത്തിന്റെ ഭാഗമാണ് കേട്ടോ അത്. തീർച്ചയായും ഇവിടെ പുരുഷന്റെ ആ പ്രകൃതിയെയും സ്ത്രീയുടെ പ്രകൃതിയെയും കൃത്യമായി അറിയാവുന്ന തമ്പുരാൻ, ആ തമ്പുരാനാണ് ഒന്നിലധികം സ്ത്രീകളെ അനിവാര്യമായ സാഹചര്യത്തിൽ നീതി പുലർത്തിക്കൊണ്ട് വേൾക്കാം എന്ന് അനുവദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയാതെ ഇത് കള്ള പുരുഷന്റെ പ്രകൃതി മനസ്സിലാക്കിയിട്ട് ഇത് പ്രകൃതിയല്ല, ഇത് വികൃതിയാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ പുരുഷന്റെ വികൃതിക്ക് അനുസരിച്ചിട്ടാണ് അള്ളാഹു ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കണം. സഹോദരി, നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത്.
അവിടെ ഒന്നിലധികം ഭാര്യമാരുള്ളപ്പോൾ ഒരു തരത്തിലും ഒന്നാമത്തെ ഭാര്യയുടെയോ രണ്ടാമത്തെ ഭാര്യയുടെയോ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസ് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ അവിടെ നീതി നടപ്പാക്കപ്പെടുന്നു. അവൾ എന്താവശ്യപ്പെടുന്നുവോ, അവൾക്ക് എന്ത് ലഭിക്കുന്നുവോ, ഇന്നലെ വരെ എന്ത് ലഭിച്ചിരുന്നുവോ അത് ഒന്നും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നില്ല. അതേസമയം കേവലമായ വൈകാരികത എന്നുള്ളത് അവിടെ ഇസ്ലാമിക നീതിയുമായി ബന്ധപ്പെടുന്നില്ല. അത് സ്വകാര്യമായ പ്രയാസമാണ്, പ്രശ്നപാട്. വയസ്സിന്റെ പ്രശ്നത്തിൽ ഇത് പച്ച നുണയാണ്. ഈ കോലത്തില് മുറ്റി നിൽക്കുന്ന ഭർത്താവ് ഒരു ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്നതെല്ലാം അതുപോലെ 4 ഭാര്യമാരുണ്ടാകുമ്പോഴും ലഭിക്കും എന്ന് പറയുന്നത് പറ്റിക്കലല്ലേ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണേലും ഇങ്ങനെയൊന്നും പറയരുത്. തിന്നാനുള്ളത് കിട്ടും, കുടിക്കാനുള്ളത് കിട്ടും, കുടിക്കാനുള്ളത് കിട്ടും, ഉടുക്കാനുള്ളത് കിട്ടും, കിടക്കാനുള്ളത് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ആ ഭർത്താവിൽ നിന്ന് അതുവരെ കിട്ടിയിരുന്നത് തുടർന്ന് അങ്ങോട്ടും അതേപോലെയും അതേ അളവിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഭാര്യനെ പറ്റിക്കരുത് എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ കടത്തി പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഭർത്താവിന് ഈ അർത്ഥത്തിലുള്ള സുഖാസ്വാദനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് പിന്നെ ഈ പുരുഷന്റെ പ്രകൃതിയും വികൃതിയൊക്കെ തിരിച്ചറിഞ്ഞ് അള്ളാഹ് അനുവാദം കൊടുക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന്റെ ബാഹ്യ വികൃതികളൊക്കെ കഴിഞ്ഞു വരുന്നവരെ ഈ ഭാര്യ കാത്തിരിക്കണം. അതുവരെ ഭാര്യക്ക് ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ചും സംരക്ഷിച്ചും, ഇല്ലേ? 4:34 ആണെന്ന് തോന്നുന്നു പറയുന്നത്, അല്ല, സൂറത്ത് ബക്കറയിൽ പറഞ്ഞതുപോലെ അനുസരണാശീലമുള്ള സ്ത്രീയായിട്ട് ഭർത്താവിൻ്റെ അഭാവത്തിൽ ഭർത്താവിന് വേണ്ടി സംരക്ഷിക്കേണ്ടതിനൊക്കെ സംരക്ഷിച്ച് വീട്ടിൽ കുടുംബം നോക്കി കുത്തിരിക്കലാണ് ഭർത്താവിൻ്റെ ഈ വികൃതി റൗണ്ടൊക്കെ കഴിഞ്ഞു വരുന്നവരെ ഭാര്യയുടെ ചുമതല. അത് ഒരു അനീതിയല്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇത് ഭർത്താവിന് കിട്ടേണ്ട നീതി മാത്രമാണ്. നമ്മൾ 313 എത്തിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയുടെ അവസാനമായപ്പോൾ ആ കാര്യം സാന്ദർഭികമായിട്ട് പറയാണ്. എന്തായാലും നമ്മൾ സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത് വയസ്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് വിധവയായി തീരുന്നില്ല ഏതാണ്. അത് അടിസ്ഥാനരഹിതപാട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെ അടിസ്ഥാനരഹിതമാകും? മുഹമ്മദ് 6 വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിക്കുന്ന സമയത്ത് 52 വയസ്സെന്തോണ്, 52-53. മുഹമ്മദ് പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും 10-11 വർഷം കഴിയുമ്പോൾ മരണപ്പെട്ടു പോകുന്നു. 16-17 വയസ്സുള്ള സമയത്ത്, അല്ലെങ്കിൽ 18-ന് താഴെ പാത്രം പ്രായമുള്ള സമയത്ത് വിധവയായി പോയവരാണ് ആയിഷ. എന്ന് മാത്രമല്ല, മുഹമ്മദ് ആയിഷയോട് ചെയ്ത വികൃതി എന്താ? ആയിഷേനെ, അതായത് ആയിഷേനെ എന്നല്ല, മുഹമ്മദ് നബിന്റെ ഭാര്യമാരെ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, ഒരു ഉമ്മമാരാണ് എന്നാണ്. ദത്തവകാശം നിരോധിച്ചപ്പോൾ എന്താ? നിങ്ങൾ ഉപ്പാന്ന് വിളിച്ചോണ്ട് ഉപ്പയാവൂല, അമ്മാന്ന് വിളിച്ചോണ്ട് ഉമ്മയാവൂല, ബയോളജിക്കലായിട്ട് മാത്രമേ ബന്ധം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ അതേ നബി സ്വന്തം ഭാര്യമാരെ കാര്യത്തിൽ പറഞ്ഞത് എൻ്റെ ഭാര്യമാര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അമ്മാരാണ്, നിങ്ങൾ ആ കണ്ണോടെ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഈ 16-17 വയസ്സുള്ള ആയിഷേനെ അകാലത്തിൽ വൈധവ്യത്തിലേക്ക് തള്ളി വിട്ടിട്ടാണ് മറ്റേ ജൂത പെണ്ണിൻ്റെ അടുത്തുനിന്ന് വിഷം തേച്ച് ഇറച്ചിയും കഴിച്ചിട്ട് പുള്ളി അസ്രായേലിന്റെ കൂടെ പോയത്. അപ്പൊ അതെങ്ങനെ തെറ്റാവുക? അത് ശരിയല്ല എന്നെങ്ങനെ പറയാം അക്ബർ സാഹിബേ? വയസ്സിന്റെ റെസ്ട്രിക്ഷൻ എന്നുള്ളത് വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീ, വിവാഹം ചെയ്യപ്പെടുന്ന പെൺകുട്ടി, അവൾ സ്വന്തമായി അഭിപ്രായം പറയുവാൻ പ്രായമുള്ളവളാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇഷ്ടം, അവളുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. മനസ്സിലായില്ല? വിധവയാക്കപ്പെടുന്ന സ്ത്രീ, അവരുടെ സമ്മതം, അവരുടെ താല്പര്യമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. എന്ത് പരിഗണിക്കപ്പെടുന്നത്? വേറെ കല്യാണം കഴിക്കുമ്പോൾ ഇവരുടെ സമ്മതം ചോദിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞത് സാഹിബേ? കിടന്നിട്ട് മെഴുകന്നെ. ഈ പറഞ്ഞതിന് ഒരർത്ഥമില്ല. ഈ അർത്ഥത്തിന് തഫ്സീർ വെച്ചാൽ അക്ബർ സാഹിബ് വേറെ 1/2 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്നപ്പോൾ ഇയാൾ പറഞ്ഞത് നിങ്ങളൊന്നുകൂടി കേട്ടോക്കി. അതാണ് യാഥാർത്ഥ്യം. വയസ്സിന്റെ റെസ്ട്രിക്ഷൻ എന്നുള്ളത് വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീ, വിവാഹം ചെയ്യപ്പെടുന്ന പെൺകുട്ടി, അവൾ സ്വന്തമായി അഭിപ്രായം പറയുവാൻ പ്രായമുള്ളവളാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇഷ്ടം, അവളുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പുരുഷന്റെ തെരഞ്ഞെടുപ്പും. എന്താ പറഞ്ഞത്? ശരിക്കും എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായവരൊന്ന് കൈപൊക്കി അത് കേൾക്കട്ടെ. എന്താ ഇയാൾ പറഞ്ഞത്? 60-70 വയസ്സുള്ള ആളുകൾ 8-10 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു 5-6 കല്യാണം വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ പിന്നെ പടായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ അകാലത്തിൽ വിധവയായി പോകൂലേ? വിധവകളെ സംരക്ഷിക്കാനാണല്ലോ ആകെ കല്യാണം നടക്കുന്നത്. ഈ കല്യാണം തന്നെ വിധവകളെ സൃഷ്ടിക്കാൻ, അകാലത്തിൽ വൈധവ്യത്തിലേക്ക് പെൺകുട്ടികളെ തള്ളിയിടാവുന്ന പരുവത്തിലുള്ള കല്യാണങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. 2 തവണ കേട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് 2-3 തവണ കേട്ടു. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായവരൊന്ന് പറഞ്ഞു തരണം. എന്താ ഇയാൾ പറഞ്ഞത്?
അത് അയാളുടെ തെരഞ്ഞെടുപ്പാണ്, അവരുടെ സമ്മതമാണ്. സാഹിബിനെ കൊണ്ട് തന്നെ സാഹിബിനോട് സാധിക്കുള്ളൂ കേട്ടോ. പുരുഷന് എത്ര പ്രായം കുറഞ്ഞ സ്ത്രീയാണെങ്കിലും ആ സ്ത്രീക്ക് എതിർപ്പില്ലെങ്കിൽ, അതേപോലെ എത്ര പ്രായം കുറഞ്ഞ പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ പ്രായം കൂടിയ പുരുഷനാണെങ്കിലും അയാൾക്കും എതിർപ്പില്ലെങ്കിൽ, ഈ സ്ത്രീയുടെ മാതാപിതാക്കൾക്കും എതിർപ്പില്ലെങ്കിൽ, അവരുടെ രക്ഷിതാക്കൾക്കും എതിർപ്പില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് മറ്റേ സ്ത്രീയുടെ വൈധവ്യത്വത്തിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ സഹോദരിയോട് സൂചിപ്പിക്കാൻ നിർവാഹമുള്ളൂ. നമുക്കൊന്നും മനസ്സിലായില്ല. പുള്ളിക്ക് ഇത് മാത്രമല്ല മനസ്സിലാത്ത, നമുക്ക് ഇദ്ദേഹം എന്താ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. സംഗതി എന്തൊക്കെയാണെങ്കിലും ഹൈക്കോടതി ചെറുങ്ങനെ ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മതപരമായിട്ടുള്ള അവകാശങ്ങളെക്കാളും മുകളിലാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്റെ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ്. അപ്പോൾ വിവാഹിതയായ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഭർത്താവിൻ്റെ മതപരമായ അവകാശം എന്നതിനപ്പുറത്തേക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ എന്ന രീതിയിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അവകാശവും വളരെ പ്രധാനമാണ്, മൗലികമായിട്ടുള്ള അവകാശമാണ്. മതപരമായ അവകാശത്തിന് മുകളിൽ നിൽക്കുക എന്ന ഒരു നിരീക്ഷണത്തോടു കൂടി ഇസ്ലാമിൽ ഇങ്ങനെ തോന്നുംപടി കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഏർപ്പാടിന് ചെറിയ ഒരു ആപ്പ് കേരള ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ആദ്യ ഭാര്യയ്ക്ക് എതിർപ്പ് അറിയിക്കാൻ നിയമപരമായി തന്നെ അവകാശം ലഭിക്കുകയും ചെയ്യും എന്നാണ് ആ ഒരു വിധിയുടെ പോസിറ്റീവ് സൈഡ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഭാര്യമാരെ ആക്കിയിട്ട് രണ്ടാമതും മൂന്നാമതും ഇങ്ങനെ നാട് നീളെ നടന്ന് കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു ചെറിയ കൂച്ചുവിലങ്ങിടാൻ, മൂക്ക് കയറിടാൻ ഒരുപക്ഷെ ഈ വിധി സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം.